ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 11 ചോദ്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ മൊത്തം കാണുക. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനർജി ക്രൈസിസിനെ കുറിച്ചിട്ടാണ് അല്ലേ. വാട്ട് ഈസ് മെൻ ബൈ ദ ടേം എനർജി ക്രൈസിസ്? താഴെ നിങ്ങൾക്ക് ആൻസർ കാണാം. സോ അതൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ എഴുതി വെക്കാനായി ശ്രമിക്കുക കേട്ടോ. ഈ ഏരിയകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഏരിയകൾ നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കൺസേൺ ദാറ്റ് വേൾഡ്സ് ഡിമാൻഡ് ഓൺ ദ ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണെങ്കിൽ, ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ് ആണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടും അല്ലേ. ആ ഒരു റിസോഴ്സിന് എന്ത് കൂടും? ഡിമാൻഡ് കൂടും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എന്താണ് എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, റൈറ്റ് ഇനി 2 റീസൺസ് ഫോർ എനർജി ക്രൈസിസ്. ഓക്കെ, എനർജി ക്രൈസിസിൻ്റെ 2 റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എനർജി വേസ്റ്റ്, അതുപോലെ തന്നെ ഓവർ കൺസപ്ഷൻ ഓഫ് നോൺ ജുഡീഷ്യസ് യൂസ് അല്ലേ. അനാവശ്യമായിട്ട് എനർജി നശിപ്പിച്ച് കളയാണ് അല്ലെങ്കിൽ എനർജി വേസ്റ്റ് ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എനർജി ക്രൈസിസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സജസ്റ്റ് 2 മെത്തേഡ് ടു മിനിമൈസ് ഇറ്റ്. അതായത് ഈ എനർജി ക്രൈസിസ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ സ്വീകരിക്കാം? ഓക്കെ, അത് മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യാം. ഒന്ന്, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിവൈസുകളോ മെഷീൻസോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ഓഫ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ബിക്കോസ് നമുക്കിനി പഠിക്കാനുള്ള സമയമില്ല, കാരണം നമുക്കിനി കെമിസ്ട്രിയും കൂടി പഠിക്കാനുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ ബ്രൗൺ എനർജി, കോൾ എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എനർജിയുടെ എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, സോളാർ എനർജി എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? ഓക്കെ, സോളാർ എനർജി എഴുതാം. യെസ്, നീ പറഞ്ഞു വിൻഡ് എനർജി എഴുതാം അല്ലേ. ഓക്കെ, വിൻഡ് എനർജി എഴുതാം. അതുപോലെ തന്നെ ടൈഡൽ എനർജി എഴുതാം. ഏത് എനർജി വേണമെങ്കിലും, അതായത് നാച്ചുറുമായി ബന്ധപ്പെട്ട ഏത് എനർജി വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ ന്യൂക്ലിയ ഓഫ് ദ ഗ്രേറ്റർ മാസ്. ഓക്കെ, ഗ്രേറ്റർ മാസ് ഉള്ള ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയസ് ഉള്ളൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. സോ അതിൻ്റെ ആൻസർ നിങ്ങൾ മനസ്സിലാക്കുക. എന്ത്? ഗ്രേറ്റർ മാസുള്ള സാധനം എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ മാസുകളാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ ഫിഷനാണ്. എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫിഷൻ്റെ എന്ത് ചെയ്യണം? ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. 4ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കളെ കലോറിഫിക് വാല്യൂ, വാട്ട് ഈസ് ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും ചോദിക്കാൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2025 പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കലോറിഫിക് വാല്യൂവിൻ്റെ. ഓക്കെ, കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി ലിബറേറ്റഡ് ബൈ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 കിലോഗ്രാം ഫ്യൂവൽ. 1 കിലോഗ്രാം ഫ്യൂവലിൻ്റെ കംപ്ലീറ്റ് കമ്പസ്റ്റനിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജീനാണ് എന്ത് പറയുക? കലോറിഫിക് വാല്യൂ. ഓക്കെ, 1 കിലോഗ്രാം ഇന്ധനം കത്തുകയാണെങ്കിൽ, ഓക്കെ, കമ്പസ്റ്റൻ നടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുക? കലോറിഫിക് വാല്യൂ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് എ ഫ്യൂവൽ? അത് ഫ്യൂവലിൻ്റെ കംപ്ലീറ്റ് കമ്പസ്റ്റന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം? ഫസ്റ്റ് വൺ നിങ്ങൾക്ക് പ്രധാനമായിട്ടും അറിയുന്നുണ്ടാവും. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്? യെസ്, അവൈലബിലിറ്റി ഓഫ് സഫിഷ്യൻറ്റ് ഓക്സിജൻ അല്ലെ. നല്ല രീതിയിൽ ഓക്സിജൻ കൊടുത്താൽ മാത്രമേ കംപ്ലീറ്റ് കമ്പസ്റ്റ് നടക്കുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തിനാണോ, ഏത് ഫ്യൂവലാണോ നിങ്ങൾ കമ്പസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫ്യൂവൽ എന്തായിരിക്കണം? ഡ്രൈ ആയിരിക്കണം. ഓക്കെ, അതുപോലെ ലിക്വിഡ് ഫ്യൂവൽസ് മസ്റ്റ് ഇവാപ്പറേറ്റ് ഈസിലി. ലിക്വിഡ് ഫ്യൂവലുകൾ എന്ത് ചെയ്യണം? ഇവാപ്പറേറ്റ് ചെയ്യണം. സോ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. എസെൻഷ്യൽ ഫാക്ടർ ഫോർ ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് എ ഫ്യൂവൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്യൂവൽ? നല്ല ഫ്യൂവലിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറുകൾ എന്തെല്ലാം? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ ഗുഡ് ഫ്യൂവലിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കും, ലോ പൊല്യൂഷൻ ആയിരിക്കും, ഹൈ അവൈലബിലിറ്റി, ലോ കോസ്റ്റ്. ഓക്കെ, സിമ്പിളായിട്ട് കുഞ്ഞു കുട്ടികൾക്കടക്കം പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഹൈ കലോറിഫിക് വാല്യൂ, ലോ പൊല്യൂഷൻ, ഹൈ അവൈലബിലിറ്റി, ലോ കോസ്റ്റ്. കിട്ടിയല്ലോ? യെസ്, കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കളെ ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ മെയിൻ കോൺസ്റ്റിറ്റ്വൻറ്റ് ഇൻ LPG ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. മണ്ടത്തരാണത് അല്ലേ. LPGയിലെ മെയിൻ കോൺസ്റ്റിറ്റ്വൻറ്റ് എന്താണ്? യെസ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം, ബ്യൂട്ടൈൻ ആണത്. ഓക്കെ, ബ്യൂട്ടൈൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. അപ്പോൾ അത് തെറ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ബയോഗ്യാസ് ഈസ് ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ.
അത് തെറ്റാ. നമ്മൾ ഓക്സിജനെ കുറിച്ചും ബാക്ടീരിയനെ കുറിച്ചും ഒന്നും പറയുന്നില്ല ബയോഗ്യാസിൻ്റെ കേസിൽ. ശരിയല്ലേ? യെസ്. അപ്പോൾ അതൊന്നും എന്തല്ല, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അൺകൺട്രോൾഡ് ഫിഷൻ ഈസ് ഡ്യൂ ടു അല്ലെങ്കിൽ ഈസ് യൂസ്ഡ് ഇൻ ആറ്റം ബോംബ്. ആറ്റം ബോംബിൽ എന്ത് ചെയ്യുന്നു? അൺകൺട്രോൾഡ് ഫിഷൻ ഉപയോഗിക്കുന്നു. ശരിയല്ലേടാ? യെസ്. ആറ്റം ബോംബിൽ എന്ത് ചെയ്യുന്നു? അൺകൺട്രോൾഡ് ഫിഷൻ. പഠിക്കണേ, അൺകൺട്രോൾഡ് ഫിഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം. അൺകൺട്രോൾഡ് ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ ആറ്റം ബോംബിനകത്ത് നിങ്ങൾ ഓർത്ത് വെച്ചോണം, ആറ്റം ബോംബിനകത്ത് ന്യൂക്ലിയർ ഫിഷനാണ്, ന്യൂക്ലിയർ അൺകൺട്രോൾഡ് ഫിഷൻ എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് മക്കളെ? യെസ്, തേർഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നു വിൻഡ് മില്ല്, hydro electric power, nuclear reactor and solar cell are 4 energy sources. Classify the above 4 energy sources as green energy and brown energy. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഗ്രീൻ എനർജി ആയിട്ടും ബ്രൗൺ എനർജി ആയിട്ടും എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു ടേബിളൊക്കെ വരച്ചിട്ട് നല്ല വൃത്തിയിൽ നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതി കൊടുക്കണം. ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും. ഓക്കെ, വിൻഡ് മില്ല് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നാച്ചുറുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഗ്രീൻ എനർജിയിലാണ് അത് പെടുക. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക് പവറും എന്തുമായി ബന്ധപ്പെട്ടതാ? പ്രകൃതിയുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ അതെന്തായിരിക്കും വരിക? ഗ്രീൻ എനർജി തന്നെയായിരിക്കും വരിക. ഇനി ന്യൂക്ലിയർ റിയാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ കെമിക്കൽസുമായി ബന്ധപ്പെട്ടതാ, അതൊരിക്കലും പ്രകൃതിയല്ല. അപ്പോൾ അത് ഏത് എനർജിയിലാണ് വരിക? ബ്രൗൺ എനർജിയിലാണ് വരിക. ഇനി സോളാർ സെൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഓക്കെ, സൂര്യനുമായി ബന്ധപ്പെട്ടതാ. സൂര്യൻ പ്രകൃതിയാണല്ലോ. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കാണാം. വിൻഡ് മില്ല്, സോളാർ സെല്ല്, സോളാറാണേ. ഓക്കെ, പ്രിന്റ് മിസ്റ്റേക്ക് ആണ്, സോളാറാണ്. സോളാർ സെല്ല്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. റെഡി? അതാണ് ഗ്രീൻ എനർജിയിൽ വരുന്നത്. ഇനി അതുപോലെ ബ്രൗൺ എനർജിയിൽ വരുന്നത് ന്യൂക്ലിയർ റിയാക്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വാട്ട് ഈസ് മെൻ ബൈ ഗ്രീൻ എനർജി? എന്താണ് ഗ്രീൻ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ഗ്രീൻ എനർജി? ദ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഡസ് നോട്ട് കോസസ് നാച്ചുറൽ പൊല്യൂഷൻ. ഓക്കെ, നാച്ചുറൽ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത, ഡസ് നോട്ട് കോസസ് നാച്ചുറൽ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത ടൈപ്പ് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രീൻ എനർജി എന്ന് പറയാം. റെഡി? ഈ ന്യൂക്ലിയർ റിയാക്ടറൊക്കെ ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാടധികം കെമിക്കൽസ് അവിടെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് പൊല്യൂഷൻസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഗ്രീൻ എനർജിനെ കുറിച്ച് പഠിക്കുക. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാക്കാത്തതാ? നാച്ചുറൽ പൊല്യൂഷൻസ് ഉണ്ടാക്കാത്ത ടൈപ്പ് ഓഫ് എനർജിനാണ് ഗ്രീൻ എനർജി എന്ന് പറയുക. റെഡി? ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന 11 ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നാളെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ CNG ആൻഡ് LNG ആർ നാച്ചുറൽ ഗ്യാസസ്. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ദീസ് ഗ്യാസസ്? ഓക്കെ, അതായത് CNG, LNG പോലുള്ള ഗ്യാസസിൽ, ഈ നാച്ചുറൽ ഗ്യാസസിലെ മെയിൻ കമ്പോണൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ തെറ്റിക്കരുത്, അത് മീഥെയ്നാണ്. ഓക്കെ, CNG, LNG അതിൽ മെയിൻ കമ്പോണൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മീഥെയ്നാണ്. അതേസമയം LPGയിലാണ് ചോദിക്കണമെന്നുണ്ടെങ്കിലോ, LPGയിലെ മെയിൻ കമ്പോണൻറ്റ് എന്താ? ബ്യൂട്ടെയ്നാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, LPGയിലെ മെയിൻ കമ്പോണൻറ്റ് ബ്യൂട്ടെയ്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ മെറിറ്റ് ഓഫ് LNG ഓവർ CNG. LNGയുടെയും CNGയുടെയും ഒരു മെറിറ്റ് എഴുതാനാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം എഴുതാൻ. ഓക്കെ, ഒരു നല്ല ഒരു വശം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ അഡ്വാൻറ്റേജ് ഓഫ് LNG ഈസ് ദാറ്റ് നാച്ചുറൽ ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ലോങ് ഡിസ്റ്റൻസ് കൺവീനിയൻ്റ്ലി. LNGയുടെ പ്രത്യേകത എന്താ? അതിന് ലിക്വിഫൈ ചെയ്ത് ലോങ് ഡിസ്റ്റൻസുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ക്യാൻ അഗെയിൻ ബി കൺവേർട്ടഡ് ടു ഗ്യാഷ്യസ് ഫോം അറ്റ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ് ലൈൻസ് വഴി എന്ത് ചെയ്യാം? യെസ്, പാസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലാസ് എന്ന രീതിയിലല്ല, നിങ്ങളിലേക്ക് ഈ ഒരു കണ്ടന്റ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ ഹാവിംഗ് ദ ഹൈ കലോറിഫിക് വാല്യൂ ബട്ട് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. വൈ? ഹൈഡ്രജന് ഭയങ്കര കൂടുതലാണ്, കലോറിഫിക് വാല്യൂ ഭയങ്കര കൂടുതലാണ്, ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ആണ്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഹൈഡ്രജൻ ഈസ് ദ ഫ്യൂവൽ വിത്ത് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ബട്ട് ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജന് പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര എക്സ്പ്ലോസീവാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനെ ഭയങ്കര എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഈ ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ എന്ത് ചെയ്യാറില്ല? നമുക്ക് സ്റ്റോർ ചെയ്യാനോ അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യില്ല? പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ. വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ. അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ഇഗ്നീഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ് ആസ് ഇറ്റ് റിക്വയർസ് എ ലോട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അത് എഴുതിയില്ലെങ്കിലും സാരില്ല മക്കളെ, നിങ്ങൾ എന്ത് എഴുതണം? ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട്, ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം.
റെഡി. ഇനി അടുത്തത് ഗീവ് എൻ ഇൻസ്റ്റൻസ് വേർ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. ഹൈഡ്രജൻ എവിടേക്കാണ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുക? ഓക്കെ, ഏത് ഫ്യൂവൽ എവിടെയാണ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുക? യെസ്, റോക്കറ്റിൽ, സ്പേസ് ഷിപ്പിൽ, ഫ്യൂവൽ സെല്ലുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. റെഡി. ഇനി അടുത്ത് ഗുഡ് ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് ഫ്യൂവലിൻ്റെ 4 പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കണം ഗുഡ് ഫ്യൂവൽ? ഗുഡ് ഫ്യൂവലിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഫസ്റ്റ് പോയിന്റ് ഞാൻ തന്നെ പറയാം, പൈസ കുറവായിരിക്കണം, അല്ലേ? ലോ കോസ്റ്റ് ആയിരിക്കണം, വളരെ ലോ കോസ്റ്റ് ആയിരിക്കണം. അതുപോലെ ഗുഡ് ഫ്യൂവൽ വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കണം. എന്തായിരിക്കണം? ഈസിലി അവൈലബിൾ ആയിരിക്കണം, പെട്ടെന്ന് തന്നെ കിട്ടണം. ശരിയല്ലേ? യെസ്. ഇനി അടുത്തത് ഷുഡ് കോസ് മിനിമം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. എന്തായിരിക്കണം? മിനിമം അന്തരീക്ഷ പൊല്യൂഷൻ ആയിരിക്കണം. ഓക്കെ, മിനിമം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഗുഡ് ഫ്യൂവൽ ഉണ്ടാക്കേണ്ടത്. അതുപോലെ ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കണം. ഈ 4 പോയിന്റുകൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വെക്കണം ഈ 4 പോയിന്റുകൾ ഗുഡ് ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടീസ് കേട്ടോ. യെസ്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 9ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കളെ പറയുന്നു ഹൗ ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോമഡ്. ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെയാണ് ഫോം ആവുന്നത്? ആകെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വെന്റ് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതായത് ഭൂമിയിൽ, അല്ലെ, മണ്ണിൻ്റെ അടിയിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഒരു സാധനം, ഒരു പ്ലാന്റോ ആനിമലോ ഒക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ദ ട്രാൻസ്ഫർമേഷൻ ടുക്ക് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ എയർ. എയറിൻ്റെ പ്രസൻസിൽ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യും? ഒരു ആനിമലോ പ്ലാന്റോ ഇങ്ങനെ താഴെ മണ്ണിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? യെസ്, അതൊരു ഫോസിൽ ഫ്യൂവലായിട്ട് മാറും. റെഡി. വാട്ട് ആർ ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് കോള്. കോളിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കോക്ക്, കോൾ ഗ്യാസ്, ഗ്യാസ് കാർബൺ, കോൾ ടാർ, അമോണിയ, ലിക്കർ ആൻഡ് കോൾ ഓയിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ടേംസ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഫസ്റ്റ് പെയറും സെക്കൻഡ് പെയറും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ ഫുൾ ഫോം ആണ് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LNGയുടെ ഫുൾ ഫോം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. LNGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് കേട്ടോ. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എല്ലാ കുട്ടികൾക്കും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അതായത് ഒരു കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു, അതിൽ മെച്യൂരിറ്റി പീരീഡ് കൊടുത്തിരിക്കുന്നു March 2020. ഓക്കെ, March 2020 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ മാർച്ച് ആണെങ്കിൽ മക്കളെ നിങ്ങൾക്കറിയാം ജാനുവരി മുതൽ, അതായത് ആദ്യത്തെ 3 മാസമാണെങ്കിൽ അതിൻ്റെ ലെറ്റർ A ആയിരിക്കും. ഇനി B ആണെങ്കിലോ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ തുടങ്ങി, ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള മാസങ്ങൾ, അതായത് പിന്നത്തെ 3 മാസം, അതായത് ആദ്യത്തെ 3 മാസം, അടുത്ത 3 മാസം, അടുത്ത 3 മാസം, അടുത്ത 3 മാസം, അങ്ങനെ ടോട്ടലി 12 മാസങ്ങൾക്ക് ഓരോരോ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ തുടങ്ങി ജൂൺ വരെ B ആണ്. ഇനി C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ജൂലൈ തുടങ്ങിയിട്ട് എത്ര വരെ? സെപ്റ്റംബർ വരെ. ഇനി D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഒക്ടോബർ തുടങ്ങി ഇതുവരെ ഡിസംബർ വരെ ആയിരിക്കും. റെഡി. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് എന്താ മക്കളെ? മാർച്ച് അല്ലേ? ശ്രദ്ധിച്ച് നോക്കി നോക്കിയാൽ മാർച്ച് അല്ലേ നൽകിയിരിക്കുന്നത്. അപ്പോൾ മാർച്ച് ഏത് ലെറ്ററാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്? മാർച്ച് എന്ന് പറയുന്നത് A അല്ലേ? അപ്പോൾ നമുക്ക് മാർച്ചിന് പകരം A എന്ന് കൊടുക്കാം. ഇനി 2020 നമുക്ക് ഇതേ വേണ്ടു അല്ലേ? അവസാനത്തെ ആ ഒരു സംഖ്യ മാത്രമേ വേണ്ടൂ, അവസാനത്തെ 2 സംഖ്യകളെ വേണ്ടൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അല്ലേ മക്കളെ? അപ്പോൾ A20 എന്ന് പറഞ്ഞിട്ടല്ലേ ആ ഒരു സിലിണ്ടറിൽ മാർക്കിംഗ് ഉണ്ടായിരിക്കുക. റെഡി. അപ്പോൾ ആ ഒരു സിലിണ്ടറിൽ മാർക്കിംഗ് എങ്ങനെ ഉണ്ടാവുക? A20 എന്ന് പറഞ്ഞിട്ടായിരിക്കും. റെഡി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിലിണ്ടറിൻ്റെ മാർക്കിംഗ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മുമ്പോട്ട് പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നു റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ദ ആക്സിഡൻറ്റ് ഡ്യൂ ടു LPG ലീക്കേജ്. LPG ലീക്കേജിൽ ആക്സിഡൻറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് താഴെ കൃത്യമായിട്ട് കാണാം. എക്സാമിൻ ദ റബ്ബർ ട്യൂബ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് എൻഷുർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലീക്കേജ്. റബ്ബർ ട്യൂബിന് എന്തില്ല? ലീക്കേജ് ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുക? റെഗുലർ ഇൻ്റർവെൽസിൽ ചെക്ക് ചെയ്ത് പോവുക. അതുപോലെ ടേൺ ഓൺ ദ നോബ് ഓഫ് ദ സ്റ്റവ് ഓൺലി ആഫ്റ്റർ റെഗുലേറ്റർ ഈസ് ടേൺഡ് ഓൺ. റെഗുലേറ്റർ ഓൺ ആക്കിയതിന് ശേഷം മാത്രം ആ ഒരു സ്റ്റൗവിൻ്റെ നോബ് ടേൺ ഓൺ ചെയ്യുക. അതുപോലെ എൻഷുർ ദ സിലിണ്ടർ ഡസിൻറ്റ് എക്സീഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ്. ഓക്കെ, സോ ഈ 11 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനർജി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഒട്ടുമിക്ക ഒരു 99% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചിട്ട് മുമ്പോട്ട് പോവുക.